സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയിൽ വിജയം. തിരുവനന്തപുരത്ത് ജാമ്യാപേക്ഷ കൊടുത്തിട്ട് ജാമ്യം നിഷേധിച്ചു. ഹൈക്കോടതിയിൽ പോയി പെട്ടെന്ന് തന്നെ പ്രഗത്ഭനായ അഡ്വക്കേറ്റ് ആയത് കൊണ്ടായിരിക്കാം, എന്തായാലും ശരി, രാഹുൽ മാങ്കൂട്ടത്തിന് 15-ാം തീയതി വരെ, ഡിസംബർ 15 വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആദ്യത്തെ വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ്റെ ഭാവി മിക്കവാറും രക്ഷപ്പെടാനാണ് സാധ്യത. ഇവിടെയുള്ള മീഡിയകളും രക്തം ഊറ്റിക്കുടിക്കാനായിട്ട് പിറകെ നടന്ന രാഷ്ട്രീയക്കാർക്കും ഭരണവർഗത്തിനുമെതിരെ ആദ്യമായി രാഹുലിന് വിജയം ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ശരി, രാഹുലിൻ്റെ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശരി, ആ അമ്മയുടെ വേദന എന്തുമാത്രം ഉള്ളതാണെന്ന്, മക്കളും അമ്മയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ബോധമുണ്ടാകാൻ സാധ്യതയുള്ളൂ. ഏതായാലും ശരി, നമുക്ക് രാഹുൽ വിജയിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. അധികാരമെന്ന് പറയുന്നത് എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്ന് നിർബന്ധം പിടിക്കരുത് ആരും. അധികാരമില്ലെങ്കിലും രാഷ്ട്രീയം നിലനിൽക്കും. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? അതിൽ സത്യസന്ധത വേണം. ജനങ്ങളോട് ആത്മാർത്ഥത, ജനങ്ങളോടുള്ള പ്രതിബദ്ധത, ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും, ഞങ്ങളോടൊപ്പം എപ്പോഴും കാണുമെന്നുള്ള ഒരു അവർക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്താൽ, അതായത് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും അങ്ങനെ ഒരു മനോഭാവം ജനങ്ങളുടെ ഇടയിൽ വളർത്തിയെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, എവിടെയെങ്കിലും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം പോയ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ എന്തുമാത്രം സ്നേഹത്തോടു കൂടിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഒരു പയ്യനാണ്. ഇപ്പൊ അമ്മമാർക്ക് മകനെ പോലെയല്ലേ? അപ്പോ ബാക്കിയുള്ള കൗമാരപ്രായത്തിലുള്ള സഹോദരനെ പോലെയല്ലേ? പിന്നെ അങ്ങനെ പോകുന്ന ഇപ്പൊ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ മക്കളുണ്ടാവും? ഉണ്ടാവില്ലല്ലോ. അപ്പോ ഭാര്യ ഇല്ലാത്തവര് രാഷ്ട്രീയത്തിലുണ്ടാവും, വളരെ അപൂർവമാണ്. അദ്വാനിയ, മോഡിയെ പോലുള്ളവരെ കാണുള്ളൂ. അല്ലാത്തവരെല്ലാം ഭാര്യ ഉള്ളവന്മാരാണ്. അപ്പൊ അവർക്ക് മക്കളും കാണും. അപ്പൊ അത് കണ്ണു വെച്ചാണ്, സ്വന്തം ഭാര്യയെ കാണുന്ന കണ്ണു വെച്ചാണ് ബാക്കിയുള്ള ആൾക്കാരെ കാണുന്നത്? അല്ല. അതെന്ന് പറയുന്നത് ഇപ്പോ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവരും കൂടെ ചേർന്ന് ഇതൊക്കെ രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചനയാണ്. അതായത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ജനങ്ങളോടൊപ്പം വന്ന ഒരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി. അവരുടെ വളർച്ച കണ്ട് അസൂയ പൂണ്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള കുറെ അസൂയാലുക്കളും കുറെ വയസ്സന്മാരായ തെമ്മാടികളും ഈ മാർക്സിസ്റ്റ് പാർട്ടിയും അവരെല്ലാം കൂടെ ചേർന്ന് നമുക്ക് പറയാനൊക്കില്ല. അവരുടേതായ വഴിക്കും കോൺഗ്രസ്സുകാരുടെ വഴിക്കും ഇവരെ എങ്ങനെ പെടുത്താം, ഇവരങ്ങനെ വളർന്നാൻ വിടാൻ പാടില്ലല്ലോ. നമ്മളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് അവർ വലിയ നേതാക്കന്മാരാവുന്നല്ലോ, അത് സഹിക്കാൻ കഴിയുന്നില്ല. അത് പാർട്ടിക്കകത്തുമുണ്ട്, അത് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരണപക്ഷ പാർട്ടികൾക്കും ഉണ്ട്. അതായത് പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കും BJPക്കും ഉണ്ട്. ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് കിടത്തണമല്ലോ എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിന്റെ പുറത്താണ് ഈ സ്ത്രീകളെ കരുവാക്കിക്കൊണ്ട് ഇപ്പോ അതിജീവിതകൾ അത് പുതിയതായിട്ടുള്ള മലയാളം വേർഡുകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് കിട്ടുന്നില്ല. എങ്ങനെയായിരുന്നാലും ശരി, പുതിയ വാക്കുകൾ ഇങ്ങനെ മലയാളത്തിൽ വരെയാണ്. അത് ഡിക്ഷണറി നോക്കിയാൽ പോലും ചിലപ്പോൾ ഈ വേർഡുകൾ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ അത് ഫുള്ളാണ്, ആവശ്യം പോലെ ഉണ്ട്. ആവശ്യത്തിനനുസരിച്ച് അതിജീവിതകളെ അവർ അവതരിപ്പിക്കും. അത് അവർക്ക് ഓരോരുത്തർക്കും റേറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ റേറ്റ് അനുസരിച്ച് അവർക്ക് കൊടുക്കും. കാര്യം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എത്ര കോടി വേണമെങ്കിലും മറിക്കാമല്ലോ, പ്രശ്നമില്ല. നല്ല പണക്കാരും നല്ല കാശുകാരും ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ അബ്കാരികളും ഇവരൊക്കെ കോടികൾ ആവശ്യം പോലെ 100 രൂപ 1000 കോടി വേണമെങ്കിലും അവർക്ക് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അധികാരം നിലനിർത്താൻ വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം അധപ്പതിച്ചിരിക്കുകയാണ്. അപ്പൊ കേരളത്തിലെ 2 ചെറുപ്പക്കാർ നല്ല 2 ചെറുപ്പക്കാരാണ്. ആരും അവരെ കുറ്റം പറയാനില്ലായിരുന്നു. അപ്പോ VD സതീശനാണ് ആദ്യത്തെ ഒരുത്തി ഇറക്കി. അവള് പറയണം അവള് കോൺഗ്രസ്സുകാരിയാണ്, എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അത് ആര്? VD സതീശൻ കേക്കെടുത്ത് അവളെ വായിലോട്ട് വേണമെങ്കിൽ കടിപ്പിക്ക് വേണമെങ്കിലും കൊടുക്കുമായിരുന്നു. ആ രീതിയിൽ കൊടുക്കുന്നത് അവളെ കൊണ്ടാണ് പറയിച്ചത്. അവൾ ഇപ്പോഴും അങ്ങനെയാണ്. VD സതീശൻ എനിക്ക് അച്ഛനെ പോലെയാണ്.
രക്ഷകർത്താവിനെ പോലെയുണ്ട്. എങ്ങനെയുണ്ട്? നാളെ ഒരു സമയം വരട്ടെ, VD സതീശനെ പീഡിപ്പിച്ചു എന്ന് അവളും പറയും. അല്ലെങ്കിൽ അവളെ കൊണ്ട് പറയിക്കാനായിട്ടുള്ള പിന്നെ കെൽപ്പുള്ള CPM-കാരാ കോൺഗ്രസ്സുകാരാ ഉണ്ടാവും ഈ നാട്ടില്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഭയക്കണം, സ്ത്രീകളെ എല്ലാവരും ഭയക്കണം. അവർ ഏത് വേഷവും കെട്ടാൻ തയ്യാറാണ്. ഇപ്പൊ കണ്ടില്ലേ ഷഹനാസ് എന്ന് പറയുന്നവള്, അവള് ഇറങ്ങി വന്ന് നിന്നിട്ട് എന്താണ്, അവള് രാഷ്ട്രീയക്കാരിയാ? ഒരു സമയം പ്രണയിക്കണമെന്നും പ്രണയത്തിന്റെ നിറം ചുവപ്പാണെന്നും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പ്രണയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ പറയുന്ന അവള് തന്നെയാണ് പറയുന്നത്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവളാണ് പറയുന്നത് എന്നെ പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചു. എന്ത് മെസ്സേജ് അയക്കണ്ടേ? അപ്പൊ നീ പ്രണയിക്കുക, നീ എന്നെയാണല്ലോ പ്രചോദനം കൊടുക്കുന്ന ആളുകൾക്ക്, ആളുകൾ പ്രണയിക്കണമെന്ന്. അപ്പൊ നിന്നെ പ്രണയിച്ചു. ഇത് ചുരുക്കി പറഞ്ഞ അസൂയ മൂത്താണ്. പ്രണയിക്കാനായിട്ട് നോക്കി രാഹുൽ അതിന് നിന്ന് കൊടുത്തില്ല. അതുകൊണ്ട് രാഹുലിന്റെ മണ്ടയിൽ രാഹുലിനെ പ്രസിഡന്റ് ആക്കരുത്. ഇവളൊക്കെ ഈ ചെറ്റകളായ ഈ പെണ്ണുങ്ങൾ പറയുന്നതനുസരിച്ചാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും അല്ലെങ്കിൽ KSUവിന്റെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇവരുടെയൊക്കെ സ്ഥാനം എന്ന് പറയുന്നത് ചാണകക്കുഴിയാണ്. അതായത് അവസാനം BJP-യിലാ CPM-ലാ പോകും. അവർക്കൊക്കെ അതിന്റെ ഓഫറുകൾ കറക്റ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഷാബിക്കെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. നടപടി എടുത്തിട്ടില്ല. നീ എന്തിനു യൂത്ത് കോൺഗ്രസിന്റെ തന്നെ പ്രസിഡന്റ് കൊടുക്കുക, KPCC പ്രസിഡന്റ് കൊടുക്കാന്ന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു കൊടുത്തു. എന്ത് നീ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പറയാത്തത്? അതിനുശേഷം സുധാകരൻ എന്ന് പറയാത്തത്? ഇപ്പൊ പുതിയ ആളുണ്ടല്ലോ, അയാൾക്ക് നീ എന്ത് കൊടുക്കാത്തത്? അപ്പൊ നീ പറയുന്ന അനുസരിച്ചാണ് ആ നടപടി എടുക്കേണ്ടത്. നിന്നെ പോലുള്ള ചെറ്റ വർത്താനം പറയുന്ന പെണ്ണുങ്ങള് രാഷ്ട്രീയക്കാരല്ല, അത് വേറെയാണ് പരിപാടി. അപ്പോ ആ സ്ഥാനമേ നിനക്ക് കോൺഗ്രസ്സുകാർ കൽപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ നീ ഇന്നലെ അല്ലെങ്കിൽ കോൺഗ്രസിൽ വന്ന് നാളെ നീ തിരിച്ചു പോകും, നീ സരന്റെ കൂടെ പോകും, അത് ഉറപ്പാണ്. നമുക്കെല്ലാം അറിയാം, എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള ചെറ്റ പെണ്ണുങ്ങളെ അപ്പോഴേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. ഇവിടെ ബിന്ദു കൃഷ്ണ ഉണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനാവശ്യമായിട്ട് ഇങ്ങനെ ചാനലിന് മുമ്പ് പോകുന്നതെന്ന്? ചാനലിന് മുമ്പിൽ പറയാൻ നിനക്കൊക്കെ അവകാശം തന്നതാര്? ആരും തന്നിട്ടില്ലല്ലോ. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്താണ് പറയുന്നത്, പാർട്ടിക്കകത്താണ് നടപടി എടുപ്പിക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെയല്ല. എന്തായാലും ശരി, കൂടുതൽ സംസാരിച്ച് പിന്നെ തൊണ്ടയിലെ വെള്ളം പറ്റുകയാണ്. ഇങ്ങനെ ചെറ്റത്തരം കാണിക്കുന്ന രാഷ്ട്രീയക്കാരായിരുന്നാലും അല്ലാത്തവരെ ആയിരുന്നാലും അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. ഇപ്പൊ കേസിന്റെ വഴിക്ക് പോട്ടെ. ഇപ്പൊ 11-ാം തീയതി ഡിസംബർ 11-ാം തീയതി വരെ ഇങ്ങനെ ഒരു സംഭവം നിലനിർത്തുക എന്നുള്ളത് ഇടതുപക്ഷ പിന്നെ ഗവൺമെന്റിന്റെ ആവശ്യമാണ്. അതുവരെ നിലനിർത്തുക. അതിനാകുമ്പോ വെച്ച് തന്നെ പിന്നെ ഹൈക്കോടതിയിൽ ചിലപ്പോൾ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ജാമ്യം ചിലപ്പോൾ കിട്ടാതിരിക്കാനോ സാധ്യതയുണ്ട്. അവർ ഏതൊക്കെ രീതിയിലാണ് പിന്നെ FIR ഇട്ടിരിക്കുന്നത് അതൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. അതൊന്നും വിഷയമാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ അത് തെളിയിക്കട്ടെ, കോടതി തെളിയിക്കട്ടെ. രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ പിന്നെ ശിക്ഷ ഏറ്റുവാങ്ങിക്കട്ടെ. രണ്ടുപേർ സ്വന്തം ഇഷ്ടപ്രകാരം 1, 2, 3, 4 പ്രാവശ്യമൊക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളല്ല പിന്നെ തീരുമാനിക്കണം, കോടതി തീരുമാനിക്കട്ടെ. കോടതി പറയട്ടെ അങ്ങനെ ബന്ധപ്പെടുന്നത് ബലാത്സംഗമാണോ പീഡനമാണോ എന്ന്. അപ്പൊ വേറൊരുത്തി ഇനിയിപ്പോ വന്ന് അഡ്രസ് ഇല്ലാത്ത ഒരുത്തി വന്നിട്ടുണ്ട്. 23 വയസ്സുള്ള ആളെന്ന് എവളാണ് പറയുന്നത്? ഷഹനാസാണ് പറയുന്നത്. അവൾക്ക് 23. അപ്പൊ ഇവക്കറിയാലോ, എവളെ പിടിച്ച് ചോദ്യം ചെയ്താൽ മതിയല്ല. എവളായിരിക്കുമല്ലോ കൂട്ടിക്കൊടുത്തിട്ടുള്ളതെങ്കിൽ. അപ്പൊ ഈ കൂട്ടിക്കൊടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലും അല്ലാതെ സാംസ്കാരിക തലങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ബാഗിൽ പോകാൻ ഞങ്ങൾക്ക് സമയമില്ല. അപ്പോൾ ഇതൊന്നും കൊണ്ട് നടക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമേ ഇതിന്റെ ബാഗിൽ പോകാൻ സമയമുള്ളൂ. ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ഞങ്ങൾക്ക് അതിനെപ്പറ്റി പിന്നെ അറിയാൻ വേണ്ട. എന്തായാലും അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച 2 CPM-ന്റെ നേതാക്കൾ ജയിലിലാണ്. അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടാണ് വായിൽ വരുന്ന പോലെ പറയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യമേ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. പിന്നെ ഇപ്പൊ അവസാനം ജാമ്യം കിട്ടാതെ വന്നപ്പോൾ അതാണ് കറക്റ്റ്, ശരിയാണ്. അതായത് ജാമ്യം കിട്ടുമെന്ന് നോക്ക്, ജാമ്യം കിട്ടുന്നില്ല. അപ്പൊ കോടതി എന്തെങ്കിലും ഒരു സംശയത്തിന്റെ നിലയിലായിരിക്കുമല്ലോ ജാമ്യം കൊടുക്കാത്തത്. ശരി, അപ്പോഴും തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി വേറെ ഏതെങ്കിലും പാർട്ടി ചെയ്തിട്ടുണ്ടോ? അതിനുള്ള ധൈര്യം ഉണ്ടാ? അങ്ങനെയാണെങ്കിൽ പല നേതാക്കന്മാരും പുറത്തു പോകേണ്ടി വരും, പല നേതാക്കന്മാരെ അവർ പെടുത്തും. അപ്പൊ അതില്ലാതാക്കാം. നമ്മൾ കണ്ടതാണ്, ചരിത്രം അതാണ് പറയുന്നത്. എന്തായാലും ശരി, അതിനെപ്പറ്റിയൊന്നും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട, ഇലക്ഷൻ സമയത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതും അഴിമതിയും സ്വജന പക്ഷാപാതവും ഒക്കെ ആയിരുന്നു. ഇപ്പൊ അതെല്ലാം എയറിലാക്കിക്കൊണ്ട് ഷാഫി പറമ്പിൽ സപ്പോർട്ട് ചെയ്തു, രാഹുൽ പറമ്പിൽ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു. അതാണ് ഇന്നത്തെ വാർത്ത. പക്ഷെ ഇവിടെയുള്ള ജനങ്ങൾക്ക് അതൊന്നുമല്ല വിഷയം. ഇവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യം ഇവിടെ സ്വതന്ത്രമായിട്ട് സമാധാനമായിട്ട് മനുഷ്യൻ കിടന്നുറങ്ങണം. പിന്നെ എന്തെങ്കിലും
പാവങ്ങൾക്ക് ചെയ്യാനൊക്കുന്ന കാര്യങ്ങൾ പിന്നെ ഒരു ഗവൺമെന്റ് ചെയ്തു കൊടുക്കണം. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ കറക്റ്റ് നടക്കണം. ഇവിടെ അതുവല്ലോ നടക്കുന്നുണ്ട്. വികസനം നടക്കുന്നുണ്ട്, പാർട്ടിയുടെ വികസനം നടക്കുന്നുണ്ട്, പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വികസനങ്ങൾ നടക്കും. സാധാരണക്കാരൻ എന്ത്, ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പിച്ചക്കാശ് കൊടുക്കുന്നത് പോലെ ആളുകൾക്ക് മറ്റേ പെൻഷൻ മറിച്ച പെൻഷൻ അതുവരെ ഒന്നും കൊടുക്കാനില്ല. അപ്പൊ എന്തായാലും ശരി, ഇനി കിറ്റും കൂടെ കൊടുത്താൽ പിന്നെ അത് പൂർത്തീകരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ പീഡനങ്ങള് കാര്യങ്ങളുടെ പറഞ്ഞിട്ട് എന്തെങ്കിലും സഹായഹസ്തം വെച്ചു കൊടുക്കുക, പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുത്ത് അവരെ വോട്ട് വാങ്ങിക്കുന്ന ഈ സമ്പ്രദായം കേരളത്തിലെ സാംസ്കാരിക സമ്പന്നരായ വിദ്യാഭ്യാസമുള്ള പിന്നെ എല്ലാ മനുഷ്യരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് പാർട്ടി ആയിരുന്നാലും കൂടുതൽ നാൾ അധികാരത്തിലിരുന്ന അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും എന്നാണ് പഴയ ചൊല്ല്. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും. കൂടുതൽ നാൾ ഒരു പാർട്ടിയും അധികാരത്തിലിരുത്ത് 5 വർഷം കഴിയുമ്പോൾ പാർട്ടികൾ മാറി വരട്ടെ, പുതിയ മുന്നണികൾ വരട്ടെ, പുതിയ ഭരണകർത്താക്കൾ വരട്ടെ. അതാണ് നമ്മുടെ കേരളത്തിന് ഏറ്റവും അഭിമാനം എന്നാണ് സാധാരണ ജനങ്ങൾക്ക് പറയാനുള്ളത്, എനിക്കും പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ സമ്മതിദാന അവകാശം പുതിയ പിന്നെ തലമുറയ്ക്കും പുതിയ ഭരണകർത്താക്കൾക്കും വേണ്ടി നമ്മൾ വിനിയോഗിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഈ നാറ്റക്കേസുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിർത്തണമെന്നും അതിനോട് താല്പര്യം കാണിക്കണമെന്നും ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.